നമസ്കാരം. ഞങ്ങളിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ ജോസ്ഗിരി എന്ന് പറഞ്ഞ സ്ഥലത്തല്ലേ? കണ്ണൂർ ജില്ലയിൽ ജോസ്ഗിരി എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ പയ്യന്നൂരിൽ നിന്ന് ഏകദേശം ഒരു 55 കിലോമീറ്റർ ഉണ്ടാവും. ഒരു 50ഓളം കിലോമീറ്റർ നമ്മുടെ ഉള്ളിലോട്ടുള്ള നല്ലൊരു ഹൈ റേഞ്ചിലാണ് നമ്മുടെ മലയോര പ്രദേശം. അതൊന്ന് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. ഈ വഴിയാണ് നമ്മൾക്ക് ഇനി കേറി പോകേണ്ടത് കേട്ടോ, അല്ലേ നവി? നമുക്ക് കയറി പോകേണ്ടത് ഇത് വഴിയാണ്. നമ്മളിത് പോകുന്നത് ചെറിയൊരു ട്രക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്. ഒരു സ്ഥലത്തിന്റെ പേര് തിരുനെറ്റിക്കല്ലേ. നമുക്ക് ഓഫ് റോഡ് ചെയ്യാനുണ്ട് നവി. നമ്മളുണ്ടല്ലോ നമ്മളെ യൂട്യൂബ് യാത്രകൾ തുടങ്ങിയ സമയത്ത് ഏകദേശം എനിക്കൊന്ന് രണ്ടാമത്തെ തിരുനെറ്റിയാണ്. പക്ഷെ അന്ന് നമ്മൾ ഫോണിൽ എടുത്ത വിഷ്വൽസ് ആണ്. അപ്പം ഇപ്പൊ നിലവിലിപ്പോ മഴയില്ല. ഒരു മഴ കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല കോട കിട്ടുമായിരുന്നു. അല്ല അവിടെ ഉണ്ടാവിടെ നമ്മള് കേറി വന്ന വഴി അതാണ്. നമ്മളെ വണ്ടി രണ്ടും ഇതാ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് എടുത്തിട്ട് പോവാ അല്ലേ? ഈ ഒരു വഴി ഉണ്ടല്ലോ, ഈ ഒരു പ്രത്യേകത വെച്ചാൽ വണ്ടികൾ കുറവാണ് അല്ലേ. പയ്യന്നൂർ തന്നെ ഒറ്റപ്പെട്ട് മാർക്കുന്ന ഒരു പ്രദേശമാണ്. ഒരു KSRTC ആണ് തോന്നുന്നു. പ്രൈവറ്റും അതുപോലെ തന്നെ അധികം പ്രൈവറ്റ് ഒന്നും ഈ റൂട്ടിലില്ല. 2-3 KSRTC ഉണ്ട് നമ്മുടെ പയ്യന്നൂർ ഭാഗത്തേക്ക് സർവീസ് ചെയ്യുന്നുണ്ട്. പ്രൈവറ്റും ഉണ്ട്. എല്ലാം ഉണ്ട് വണ്ടി. ജോസ്ഗിരി എന്ന് പറഞ്ഞാൽ പിന്നെ ഏറ്റവും മേളിലെത്തി. അധികം ആൾക്കാരൊന്നും ഇല്ലാത്തൊരു പ്രദേശം, അതായത് ജനവാസം വളരെ കുറവാണ്. അപ്പൊ ആ ഒരു കാഴ്ച നിങ്ങൾ ഇന്ന് വീഡിയോയിൽ കാണുന്നത്. അപ്പൊ നമുക്ക് സമയം കളയണ്ട, വേഗം പോവാ അല്ലേ? അങ്ങ് അതിലേക്കൂടെ ഒരു KSRTC വരുന്നുണ്ട് കേട്ടോ. അതാ സൂക്ഷിച്ച് നോക്കിയാൽ കാണും. ഈ ഗോപ്ര സൂം ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതാ അതിലേക്കൂടെ വരുന്നത് ഈ റോഡ് വഴി വരും. അതാ ഇറങ്ങി വരുന്നുണ്ട്. ഇറങ്ങി അതാ KSRTC. ഈ ബസ് ജോസ്ഗിരിന്ന് പയ്യന്നൂരിലേക്ക് പോകുന്ന ബസ്സായിരിക്കും കേട്ടോ. ജോസ്ഗിരി ടു പയ്യന്നൂർ നല്ല റൂട്ടാണ് കേട്ടോ ഇത്. ആ ഇറക്കമൊക്കെ ഇറങ്ങി പോതാ പയ്യന്നൂർ, ചെറുപുഴ പയ്യന്നൂർ. അതൊരു ആ ഏറ്റവും മേലെ കാണുന്ന ഒരു സ്ഥലമുണ്ട്. അതിലൂടെ ഇറങ്ങി വരുമ്പോഴാണ് കണ്ടത്. ഫോണിൽ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കി. മഴയുണ്ടല്ലോ ഇപ്പൊ ചെറുതായിട്ട് പൊടിയുന്നുണ്ട് കേട്ടോ. എന്നാലും പ്രശ്നമില്ല, നമുക്ക് കയറി തുടങ്ങാം. കാരണം ഇനി നിന്നിട്ടുണ്ടെങ്കിൽ ഈ മഴ കുറയൂല. കാരണം ഇത് കർക്കിടക മാസമാണല്ലോ. നമ്മളിതാ കയറ്റം കയറി പോവുകയാണ്. ഇനി നമ്മൾ അവിടെ എത്തുന്നത് വരെ കയറ്റം തന്നെയാണ്, വേറെ ഒന്നുമില്ല. കാരണം നമുക്ക് ഏറ്റവും ടോപ്പിലെത്തണം. വണ്ടി ടോപ്പിലെത്തൂല, നമുക്ക് ഓഫ് റോഡ് ചെയ്യാനുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഓഫ് റോഡ് ചെയ്യാനുണ്ട്. അതും കയറ്റം തന്നെയാണ്. അത് റോഡ് കുറച്ച് മോശമാണ്. മൊത്തം കല്ലുകളാണ്. നമ്മുടെ സ്കൂട്ടറിന് കുറച്ച് പണി കിട്ടും. നമുക്ക് പോയിട്ട് തന്നെ കാണാം. കാരണം ഫസ്റ്റ് നമ്മൾ പറഞ്ഞില്ലേ ഒരു 3 കൊല്ലം മുമ്പ് പോയപ്പോൾ അതേപോലെ ഉണ്ടായത്. ഇപ്പം എങ്ങനെയാണ് അവസ്ഥ എന്നുള്ളത് നമുക്ക് പോയി തന്നെ അറിയണം. നമ്മളിവിടെ ജോസ്ഗിരി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്താനായി കേട്ടോ. ജോസ്ഗിരി നമ്മുടെ ടൗൺ എന്ന് പറഞ്ഞാൽ നേരെ താഴോട്ട് പോയാൽ മതി, അവിടെയാണ്. നമുക്ക് ഈ മുകളിലോട്ടുള്ള റോഡാണ് കേട്ടോ. ഈ റോഡാണ് തിരുനെറ്റിക്കല്ല്. ഇങ്ങോട്ടേക്കാണ് കയറി പോകേണ്ടത്. ഇത് നല്ല റോഡ്, പ്രശ്നമൊന്നുമില്ല കേട്ടോ. വലിയ കട്ടറൊന്നുമില്ല, റോഡുണ്ട്. ഇങ്ങനത്തെ റോഡ് തന്നെ 3 കൊല്ലം മുമ്പ് വരുമ്പോൾ ഇതേപോലെ തന്നെ ആയിരുന്നു. ചെറിയ തോതിലുള്ള കട്ടറുണ്ട് കേട്ടോ. ഇനി അങ്ങോട്ട് പോകുന്നതോറുണ്ടല്ലോ നല്ല കയറ്റത്തിലേക്കാണ് കയറുന്നത്. നല്ല കോടയിൽ ഈ സൈഡിലെല്ലാം കോടയുണ്ടാവും. ഇനിയിപ്പോൾ ഒരു മഴ ഇപ്പോൾ പെയ്ത് പോയതേ ഉള്ളൂ. ഇനി ഒരു മഴയും കൂടെ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. കാർമേഘമൊക്കെ കയറി വരുന്നുണ്ട്. പക്ഷെ എൻ്റെ വണ്ടീൻ്റെ പ്രശ്നം എന്ന് പറയുമ്പം വണ്ടി മെല്ലെ വലിക്കുമല്ലോ, ആ ഒരു പ്രശ്നമുണ്ട്. പുറകുന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ടാവും. അതെന്തെന്ന് അറിയാം, നമ്പർ പ്ലേറ്റിൻ്റെ ആ ഒരു ഹുക്ക് പൊട്ടിയിട്ടാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എല്ലാം പ്രശ്നത്തിലാണ് ഉള്ളത്. എല്ലാത്തിനും പൈസയാണല്ലോ വേണ്ടത്. നമ്മളുണ്ടല്ലോ, നമ്മൾ ഈ കണ്ണൂർ കാസർഗോഡ് ജില്ലയിലുണ്ടല്ലോ ഒരുപാട് ഹിൽ സ്റ്റേഷനുകളുണ്ട്. കാസർഗോഡ് ജില്ലേനെക്കാട്ടും കണ്ണൂർ ജില്ലയിലാണ് ഉള്ളത്. ഒരുപാട് ഹിൽ സ്റ്റേഷൻ ഉണ്ട്. അതിപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, കണ്ണൂർ ജില്ലയിലത്തെ മെയിൻ ഹിൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാലക്കയം തട്ടുണ്ട്. അത് മെയിൻ ഹിൽ സ്റ്റേഷനാണ്. അത് കഴിഞ്ഞിട്ട് പൈതൽമല, അത് കഴിഞ്ഞിട്ട് ഈ തിരുനെറ്റിക്കല്ലിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു ഹിൽ ടോപ്പല്ല, ഒരു 80% വണ്ടി എടുത്തിട്ട് പോവുക. പൈതൽമലയിൽ അധികം നമുക്ക് ട്രക്ക് ചെയ്യേണ്ട കാര്യമില്ല. പൈതൽമലയല്ല, പാലക്കയം തട്ടിൽ. പൈതൽമലയിൽ ഒരുപാട് ട്രക്ക് ചെയ്ത് പോകാനുണ്ട് കേട്ടോ. അയ്യോ, ഇവിടെയും ജനവാസ കേന്ദ്രങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ താമസിക്കുന്നൊക്കെ ഉണ്ട് ഈ ഭാഗത്തൊക്കെ. ഒരുമാതിരി ഒറ്റപ്പെട്ട പ്രദേശമാണ് കേട്ടോ ഇതൊക്കെ. കയറ്റമാണ്.
എസ് വളവ് പോലത്തെ കയറ്റങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ റോഡ് പൊട്ടിയിട്ടുമുണ്ട്. ഓ മഴ 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 മഴ. ഇവിടെ മഴയല്ലേ, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാല്ലേ. നീ എന്തായാലും കോട്ടിട്ടില്ലേ? എന്തായാലും ട്രെക്ക് ചെയ്യുമ്പോൾ എന്തായാലും നനയും. അങ്ങോട്ടേക്ക് മഴയുണ്ട്. ഇത് ഇവിടുന്ന് ആ ഒരു സ്ട്രക്ചർ മാത്രമേ പ്രശ്നമില്ലല്ലോ. പാർക്കിംഗ് ഇല്ല. ഞാൻ വണ്ടി മേലോട്ട് കയറ്റിയാലോ? അടി തട്ടും. വണ്ടിക്ക് പ്രശ്നമൊന്നുമില്ല. കേറുന്നല്ല, താഴെ വെച്ചിട്ട് പോയാൽ അത്രയും നല്ലത്. കാരണം വണ്ടിക്ക് പണി അധികം എടുക്കണ്ടല്ലോ. താഴെ വെച്ച് പോയാലോ? മഴ കുറഞ്ഞു അല്ലേ? ഇല്ലടാ, കാറ്റുണ്ട് നല്ല. ഒരു കാര്യം, നമുക്ക് വണ്ടി താഴെ വെച്ചാലോ? വെക്കണോ? നോക്കാം, ഞാൻ നോക്കിയിട്ട് എടുക്കാം. ഈ കുട നിങ്ങളെടുത്തോ. മഴ വീണ്ടും കൂടി കേട്ടോ, ഒരു രക്ഷയില്ല. ഇവിടെ ഇങ്ങനെ കുടയിൽ നിൽക്കുന്നത്. കുട ഇവിടെ ഉണ്ട്. നവീന് റെയിൻകോട്ട് ഉണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല. അല്ല, നമുക്ക് കുറച്ചുകൂടെ പോയിട്ട് കയറി നല്ല സ്ഥലം ഉണ്ടാവും. ഇവിടെ എവിടെ ഉണ്ടാവും ഒരു വെയിറ്റ് ഷെഡ് പോലെ. ഇവിടെ ബസ്സൊന്നുമില്ല, എന്നാലും ഞാൻ പറയുന്നത് ഏകദേശം കയറി നിൽക്കേണ്ട ഒരു സ്ഥലം ഉണ്ടാവുമോ? ആ, മഴ കുറഞ്ഞു കേട്ടോ. മഴ കുറഞ്ഞ ആ സമയത്ത് തന്നെ വണ്ടി എടുത്തു. നല്ല കോട കയറി നിൽക്കുന്നുണ്ട് കേട്ടോ. ഹെൽമെറ്റിൻ്റെ വയസ്സെല്ലാം മൊത്തം വെള്ളം. എന്ത് ചെയ്യാനാ, കോട കയറുന്നു. അയ്യോ അയ്യോ, കട്ടറുകൾ. മഴ ചെറുതായിട്ട് ആദ്യമേ പൊടിയുന്നുണ്ട്. ഈ മഴ എന്തായാലും കുറയൂല, അത് വേറെ കാര്യം. നമ്മൾ അന്ന് വന്ന സമയത്ത് ഇവിടെ നിന്ന് ടാർ ഇട്ടിട്ടുണ്ടായിട്ടാ. ഇതൊക്കെ ഇപ്പം കോൺക്രീറ്റ് ചെയ്തു. ഇതൊക്കെ കട്ടറായിരുന്നു ഉണ്ടായത് മൊത്തം. ഇവിടൊക്കെ ഇപ്പം അയ്യോ പട്ടി. ഇവിടെ വണ്ടി വെക്കാട്ടാ. ഇവിടെ ഒരു ജീപ്പ് കോമ്പസ് നിർത്തിയിട്ടുണ്ട്. അവരിവിടെ വണ്ടി വെക്കുന്നുണ്ടോ എന്ന് അറിയണം ആദ്യം, എന്നാൽ മാത്രമേ കാര്യമുള്ളൂ. ഓഫ് റോഡ് തുടങ്ങി കേട്ടോ. അയ്യോ, കയറി. അവരവിടെ വണ്ടി വെക്കട്ടെ. അവരവിടെ വണ്ടി വെക്കട്ടെ. ഞാൻ മേലോട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അവൻ്റെ ആ V4 ഉണ്ടല്ലോ, താഴെ വെക്കേന്ന്. ഇത് വന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ അടി മൊത്തം അടിക്കും. ശരിയാവില്ല. നമ്മളെ വണ്ടിക്ക് പിന്നെ പ്രശ്നമില്ല, അടി തട്ടിയാലും പ്രശ്നമൊന്നുമില്ല. എന്തായാലും കയറ്റിയിട്ടേ പോവില്ലോ. എടാ അവിടെ വെച്ചോ, അവിടെ വെച്ചോ. ആ, നമുക്ക് പോവാം. അവരതാ നടന്നു പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ സൈഡിലുണ്ടല്ലോ വലിയ 2 കല്ലുകളുണ്ട്. അതിൻ്റെ അടുക്കേ കൂടെ എടുത്തിട്ടില്ലെങ്കിൽ അന്ന് പണി കിട്ടല്ലോ. അതെല്ലാം ഇളകിയിട്ടുണ്ട് കേട്ടോ വണ്ടീൻ്റെ. ഈ ചെത്തുകല്ല് ചിലത് ഇളകിയിട്ടുണ്ട്, അതാണ് പണി. ആ ഒരു മെയിൻ ഒരു പ്ലേസ് കഴിഞ്ഞു കേട്ടോ. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം ഒരു ഇറക്കാന്നേ. കയറി വരുമ്പോൾ നല്ലൊരു കയറ്റാന്ന്. അവന്മാർ നടന്നു വരുന്നുണ്ടോ? അവിടെ ചെറുതായിട്ട് ഈ അടി ഇതിൻ്റെ ഈ അടിയൊക്കെ തട്ടിയിട്ടുണ്ടായി. ഇതുണ്ടോ, ഇത് ചെറുതായിട്ടൊരു ഇളക്കമുണ്ട് ഇതിൻ്റെ സാധനത്തിന്. അതേ ഉള്ളൂ, വേറെ സീനൊന്നുമില്ല.
അന്ന് വന്നപ്പോൾ ഇതേ അവസ്ഥ തന്നെ ഉണ്ടായത്. അതാണ് ആ അതിലേക്കൂടെല്ലാം ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലാത്ത വണ്ടി എടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും അടി തട്ടും. ഇങ്ങനത്തെ സ്ഥലത്തേക്കൂടെയൊക്കെ പോകാൻ നല്ലൊരു ഫീലാണ് കേട്ടോ. ഓഫ് റോഡിങ് നല്ല ഇഷ്ടമാണ്. പക്ഷേ വേറെ കാര്യമുണ്ട്, ഓഫ് റോഡിന് പറ്റിയൊരു നല്ലൊരു വണ്ടിയും കൂടി ഉണ്ടെങ്കിലുണ്ടല്ലോ അതിനേക്കാൾ അടിപൊളിയായേനെ. ഇപ്പം നമ്മുടെ സ്കൂട്ടറാണല്ലോ. വഴി തേടി പിടിച്ച് പോവുക. എടാ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വന്നാൽ മതി. അവിടെ ഒരു 5-6 പട്ടിയുണ്ട് കേട്ടോ. ശരിയാവില്ല, കാരണം അവിടെ അവന്മാരുണ്ട്. അങ്ങോട്ട് പോയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ പുറകിൽ തന്നെ വന്നോ. ഒന്നും നോക്കണ്ട, കുടയെടുക്കുക, തല്ലുക. ഇല്ലടാ, അവന്മാരൊന്നും ചെയ്യൂലടാ. ഇങ്ങോട്ട് കയറിയിട്ടുണ്ട് അവന്മാർ. ആ പോയി തോന്നുന്നു. ഈ റോഡ് മൊത്തം പോയിട്ടോ. അതാ ഇത് റോഡില്ല കേട്ടോ, ഇത് തോടാ. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടല്ലോ. വേണ്ട, കോട കയറി വരുന്നു നോക്കിയേ. ഇതാ റെസ്റ്റ് ചെയ്തതാ. അങ്ങോട്ട് പോകണ്ട, വഴുക്കലുണ്ടാവേ. അതാ കോട ഇങ്ങനെ പോകുന്നുണ്ട്. ഇതാ എന്താ ഇതുണ്ടല്ലോ കറക്റ്റിൻ്റെ ഈ കയറി വരുന്നത് കറക്റ്റ് കാണണമെന്നുണ്ടല്ലോ. ഞാൻ കയറി വരുന്ന വേറെ ഒരാൾ വീഡിയോ എടുക്കണമായിരുന്നു. ആകെ ഒരു ഗോപ്രയിലേ ഉള്ളൂ. അതുകൊണ്ടാണ് മോട്ടോളോഗ് അതുകൊണ്ടാണ് ചെയ്തത്. അവിടെ അധികം നേരം ഇരിക്കണ്ട, നമുക്ക് വേഗം കയറി മേലോട്ട് പോവാം. നിങ്ങൾ മെല്ലെ നടന്നു വന്നാൽ മതി കേട്ടോ. മഴ പെയ്യുന്നുണ്ട്. ഇതാ ഇവിടെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. അവിടെ നല്ലൊരു തന്നലുണ്ട് കേട്ടാ. നല്ല മഴ വന്നേ, നല്ല മഴ വന്നു. അവന്മാർ വരട്ടെ, ഇവിടെ നിർത്താം വണ്ടി. അവൻ വണ്ടി എടുക്കും കേട്ടോ. എന്നാൽ ഈ കാണിച്ചാൽ ഇതൊരില്ലൊരു കയറ്റാന്ന്. റോഡ് ഇവിടെ ഈ കല്ലുണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല. ഇതിലൂടെ കയറ്റിക്കോ, ഇതിലൂടെ. ഫ്രണ്ട് ബ്രേക്ക് പിടിക്കണ്ട. എടുക്ക്. എടാ കല്ലിലേക്കൂടെ ഇതിലേക്കൂടെ കയറ്റിടാ. ഇതിലേ ഇതിലേക്കൂടെ കയറ്റി. പോട്ട് പോവും. മാറി ഞാൻ എടുക്കാം. വണ്ടി നിർത്ത്. ഇറങ്ങ വിട്. ഇത് വിടി. കുട്ടാ മാറ്, ബാക്കിലോട്ട് എടുക്കണോ? മാറ് ബാക്ക് മാറ്. മാറിക്കോ, അവിടുന്ന് മാറിക്കോ. കയറി വണ്ടി കയറി. അയ്യോ, അതൊരു ഭയങ്കര ഒരു സീൻ ഏരിയ ആയിരുന്നു. ഇവിടം വരെ വണ്ടി പോലും കേട്ടോ. ഇവിടെ വണ്ടി വെക്കേണ്ടി വരും. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വണ്ടി വെക്കണം.
ഇവിടെ വെക്കാം. ഇവിടെ വെക്കാം. അങ്ങോട്ട് നല്ല വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. നമുക്ക് വണ്ടി തൽക്കാലം എവിടെ വെക്കണ്ട്? വേറെ വണ്ടിയൊന്നും വരില്ലല്ലോ. തർക്കത്തിൽ ഇങ്ങനെ വെക്കണ്ടേ? ഇവിടെ വെക്കാം. വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ഇനിയിപ്പോൾ വേറൊരു വണ്ടിയും കൂടെ വന്നു ഇവിടെ അല്ലേ? വണ്ടി നല്ല നല്ല സ്മെല്ല്. കയറ്റം കയറിയതിൽ ഇനിയിപ്പോൾ ഈ കുത്തനെയുള്ള കയറ്റം കയറി പോവുക. ഇവിടെ ഇപ്പോൾ പുതിയതായിട്ട് വന്നൊരു ഇതാണെന്ന് തോന്നിട്ട്. ഇത് ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. നമ്മൾ കോട്ട് ഇട്ടിട്ടുണ്ട്, അവന് കുടയും ഉണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല. നമ്മൾ റാണിപുരം പോയ പോലെയല്ല, എല്ലാം തോർത്തടക്കം എടുത്തിട്ടുണ്ട്. കുത്തനെയുള്ള കയറ്റാന്ന് കേട്ടോ. നല്ല കാറ്റുണ്ട്. അത് എന്താ പറയുക, കാറ്റ് ഇങ്ങനെ വരാൻ. നമ്മളിപ്പോൾ ടോപ്പിലാണല്ലേ ഉള്ളത്. അപ്പോൾ ഈ മേഘങ്ങൾ സ്പീഡിൽ പോകുമ്പോൾ കോടയും സ്പീഡിൽ പോകും. കോട ഇറങ്ങി വരുന്നത് ഇപ്പം ടോപ്പിൽ ഇതിനെ കാട്ടി ഞാൻ പറയാൻ വേണ്ടി നിൽക്കുകയാണ്. കയറി പോവാം. പതുക്കെ കയറിയാൽ മതി, നമുക്ക് ഒരു തിരക്കും ഇല്ല. നല്ല കാറ്റ് കേട്ടോ, നല്ല കാറ്റ് വരുന്നുണ്ട്, കോടയും കയറി വരുന്നുണ്ട്. ഇവിടെ ഒരു വ്യൂ ഉണ്ട്, നമുക്ക് അതിലൂടെ പോകേണ്ടത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അവിടെയൊക്കെ കടലായിട്ട് കിടക്കുന്നതാ. കാറ്റ്, ഭയങ്കര കാറ്റ്, ഒരു രക്ഷയില്ലല്ലോ നവി. ഞങ്ങളിതാ സ്വർഗത്തിലെത്തി ഗായ്സ്. സ്വർഗം. അധികം പോണ്ട. നോക്കിയേ, ഞങ്ങൾക്ക് ഇറങ്ങി വന്നതല്ല, അതുവഴിയാണതാ. എൻ്റെ നവി ഒന്നും കാണൂല. അങ്ങോട്ട് കഥക്കുന്നല്ലേ? കിടക്കുന്നില്ലേ? കിടക്കുന്നുണ്ട് തോന്നടാ. അവിടെ ഇറങ്ങണ്ട, വഴുക്കലുണ്ടാവും. നമ്മുടെ മെയിൻ കല്ല് വരുന്നത് പേരുതോണ്ട് അങ്ങോട്ടേക്കാണ്. തിരുനെറ്റി അവിടെ ഒരു കല്ലുണ്ട്, അതാണ് ഇവിടെ തിരുനെറ്റി കല്ല് എന്നാണ് അറിയപ്പെടുന്നത്. യെസ്. എടാ നോക്കടാ, കോടകൾ. നല്ല കാറ്റ്. ഇവിടുന്നുണ്ടല്ലോ ഈ വഴി നേരെ കയറി ഇങ്ങനെ പോവാ. നല്ല കിതപ്പ്. ഒറ്റയടിക്കായിരുന്നു കയറിയത്. ഇപ്പം മഴയില്ല, അതുകൊണ്ട് എന്തോ ഒരു ഭാഗ്യം. നമ്മളിത് അധികമൊന്നും കയറാനില്ല നവി. റാണിപുരം കയറുന്ന പോലൊന്നും കയറാനില്ല. പക്ഷേ നല്ല ടോപ്പ് വ്യൂ ആണ് കേട്ടോ ഇത്. കയറുന്നു. ഇതൊരു വലിയ പാറയാണ് കേട്ടോ. അയ്യോ, പാറയെല്ലാം തൊടുമ്പെല്ലാം നല്ല വഴുക്കലുണ്ട്. നവി നിന്നെ കാണുന്നുണ്ട് കേട്ടോ. നവീനവിടെയുണ്ട്. നല്ല കയറിയാൽ മതി, തിരക്കില്ല. നിങ്ങൾ എല്ലാവരും ഇരിക്കും. ഇവിടെ കുറച്ച് നേരം ഇരിക്കാം. ഇവിടെ ഇരിക്കാം, കുറച്ച് നേരം ഇവിടെ ഇരുന്നോ. നമുക്കിതാ ഇവിടെ എത്തി. എന്താടാ കുട്ടാ, നിന്നെ കാണുന്നുണ്ട്. നല്ല കയറിയാൽ മതി, തിരക്കില്ല. എന്തൊരു കോട, ഇതാ കടിച്ചു കയറി വരുന്നതാ. സെറ്റല്ലേ? ഇതിനെ കോട പോയതാ. എടാ നല്ല കാറ്റ്. എടാ എന്തൊരു ഹിഡൻ പ്ലേസ് അല്ലേ ഇതെല്ലാം നമ്മുടെ കണ്ണൂർ ജില്ലയിലത്തെ. എല്ലാവരും വരണം തീർച്ചയായിട്ടും. ഇതൊക്കെയാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത്. അയ്യോ, നീ എവിടെ ഇരുന്നോ? നമ്മളിതാ ഈ കല്ലിൻ്റെ എവിടെ ഉണ്ടാവുമേ, നല്ല വന്നാൽ മതി, തിരക്കില്ല. ആരുമില്ല കേട്ടോ, അതുകൊണ്ട് നല്ല രീതിയിൽ പോവാം. അതാണ് ഏറ്റവും അതന്നെ തിരുനെറ്റിക്കല്ല് എന്നല്ലേ മെയിൻ കാരണം. ഇതാന്ന് ഇവിടെ ഒരു കുരിശുണ്ട്. നമുക്ക് ആ പാറേൻ്റെ മേത്ത് കയറണം, മുകളിൽ കയറണം. ഒരു ഏണി ഉണ്ടാവും അവിടെ അല്ലേ? ഒരു ഏണിയില്ലേ? അതുവഴി കയറിക്കോ. നോക്കണേ, കയറുമ്പോൾ നോക്കണേടാ. നമുക്ക് ആ വ്യൂ എല്ലാം കാണാം. ആദ്യം ഇതിൻ്റെ മുകളിലോട്ട് കയറാം. എടാ അതിൻ്റെ മുകളിൽ കയറി നോക്കണേ, വഴുക്കലുണ്ടോ നോക്കണേ. സ്റ്റെപ്പുകളിൽ കയറി വരുന്നു. ഇല്ലപ്പാ, പാറക്ക് വലിയ വഴുക്കലും കാര്യം. എൻ്റെ ദൈവമേ, നോക്കിയടാ രവി, നമ്മ സ്വർഗത്തിലെത്തിടാ, നമ്മ സ്വർഗത്തിലെത്തി. എൻ്റെ വീഴല്ലേ വീഴല്ലേ. എൻ്റെ ദൈവമേ, എടാ
ആ ഇവിടെ കുരിശുണ്ട്. ഇതാണ് ബ്യൂട്ടി, ഇതാണ് കണ്ണൂര്. അങ്ങോട്ട് കാറ്റാണ്, അത്രയും കാറ്റാണ്. അഭി വാടാ, കേറി വാ. ആരുമില്ല, ഞങ്ങള് മാത്രം കേട്ടാ. കിടിലം പ്ലേസ് പറഞ്ഞാൽ കിടിലം പ്ലേസ്, വേറെ വൈബ് കേട്ടോ. ഇപ്പൊ ഒരു ഉച്ച സമയമാണ്, മഴയൊന്നുമില്ല. അവിനവിടെ ഇരുന്ന് എല്ലാം മൂട്. എന്റെ മോനെ മറന്നു പോകണം, അങ്ങോട്ട് പോകണ്ട കേട്ടോ. നല്ല താഴ്ചയായിട്ട് വീട് പോകണ്ട, പിന്നെ ഒന്നും ഉണ്ടാവില്ല ബാക്കി. ആ കാറ്റ് ഇത് കോടയാന്ന് ഫൈനലി ഇതാ നവീൻ കേറി വരുന്നുണ്ട്. കാടാ മോനെ വാ. ചെരുപ്പിടാൻ ഞാൻ പ്രശ്നമൊന്നുമില്ല. ഈ അധികം അറ്റത്തെ കൂട്ട് കൊണ്ടാന്നേ ഉള്ളൂ കേട്ടോ, ബാക്കി സീനൊന്നുമില്ല. ആ നോക്ക്, നല്ല താഴ്ചയുണ്ടാ. ഇല്ലില്ല ഇവിടെ പ്രശ്നമില്ല, കാരണം ഇപ്പം മഴ പെയ്തിട്ടടാ, അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ഇതാ നല്ല ഫ്രഷ് പാറ. ഇതാ നോക്ക്, 360 വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ്. പിടിക്കല്ലേ, മറന്നു പോണ്ട. തിരുനെറ്റി കല്ലിലേക്ക് ഉണ്ടല്ലോ, നേരത്തെ നവി പറഞ്ഞ പോലെ എത്ര കിലോമീറ്റർ നവി പയ്യന്നൂരിന്ന് ഒരു 50 കിലോമീറ്റർ ഉണ്ട് ജോസ്ഗിരി എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ ഒരു 13-14 കിലോമീറ്റർ ഉണ്ട് തിരുനെറ്റി കല്ലിലേക്ക്. ജോസ്ഗിരിന്ന് പിന്നെ മൊത്തം ഇങ്ങോട്ട് കയറ്റാണ്. അതായത് ഇത് ഗൂഗിൾ മാപ്പിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് ഈ സമയം കിട്ടും കേട്ടോ. പിന്നെ എന്താ പറയാ, ഓഫ് റോഡാണ്. താഴം വരെ വണ്ടി വരുന്ന വിചാരിച്ചിട്ടൊന്നും വന്നിട്ട് കാര്യമില്ല. ഈ മറ്റേ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലാത്ത വണ്ടി എടുത്തിട്ട് വരണ്ട. കേറില്ലല്ലോ. അപ്പം കേറും, തടി തട്ടും, വണ്ടി കയറും, വണ്ടി കേറുന്നില്ല. അതെ, നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഡാമേജസ് വരണ്ടെന്ന് വെച്ചിട്ട് പിന്നെ താഴെ വെച്ചിട്ട് വരാം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ ടിക്കറ്റ് റേറ്റ് ഒന്നും ഇല്ല, ആർക്കും ഏത് സമയത്ത് വേണമെങ്കിലും വരാം. പിന്നെ ഫുൾ എൻജോയ്. ഏത് സമയം എന്നാലും ഒരു പരിമിതി ഉണ്ട്. കാരണം വെച്ചാൽ ഇതൊക്കെ ഉരുൾപൊട്ട് ഒരു മലയോര പ്രദേശമാണല്ലോ. അപ്പം ഉരുൾപൊട്ടലൊക്കെ മഴ പെയ്ത് പോയതിനു ശേഷം നല്ല കോട, അതാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. അല്ലെങ്കിൽ മഴക്ക് മുന്നേയും മഴക്ക് ശേഷവും വരണം, നല്ല കോടയായിരിക്കും. കോട കാണാനാണ് ഇങ്ങനത്തെ ഒരു സ്ഥലങ്ങൾ വരേണ്ടത്. പിന്നെ കോട ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഇത് ഈ സ്ഥലത്താണ് വേസ്റ്റ് ആയിരിക്കും. അല്ലാണ്ട് നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റൂല. ഇത് നല്ല തണുപ്പാണ്. ഇപ്പൊ കാറ്റ് എന്ന് പറഞ്ഞാൽ നല്ല കാറ്റ്, നിങ്ങൾക്ക് പറഞ്ഞ ചിലപ്പോൾ വ്യക്തമാവണമെന്നില്ല. നല്ല കാറ്റ്, നല്ല തണുപ്പ്. നമുക്കിനിയിപ്പോ ഇവിടുന്ന് താഴെ ഇറങ്ങാം. പക്ഷെ ഇതൊക്കെ കണ്ണൂർ ജില്ലയിൽ ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടെന്ന് ആർക്കും അറിയില്ല. നേരത്തെ പറഞ്ഞ പോലെ ഒരു കുരിശുണ്ട് കേട്ടോ, നമ്മൾ അതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ നേരെ ഈ ഒരു ഭാഗത്തേക്ക് നടന്ന് പോവുകയാണ് കേട്ടോ. ആ ഇപ്പോൾ കാറ്റ് പറഞ്ഞല്ലോ, കാറ്റ് ശാന്തമായി തോന്നുന്നു കേട്ടോ. നമ്മൾ ഇറങ്ങിപ്പോണ്ട വഴി അതാണ്. ഇവിടെ ഒരു ഇടുക്കുണ്ട്, ഇതോ ഏറ്റവും ഇവിടെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ ഈ താഴെ ഇവിടം വരെ ഇറങ്ങാം കേട്ടോ. ഇവിടെ ഇറങ്ങുമ്പോൾ നോക്കണം, ഒഴുക്കൽ നല്ലോണം ഉണ്ട്. പ്രശ്നമില്ല. യെസ്, എൻ്റെ മോനെ നമ്മൊരു മലേൻ്റെതായി ഈ ഒരു 2 പാറേൻ്റെ ഇടക്കായി. കിടിലം പ്ലേസ് അല്ലേ നവി? പിന്നെ വന്നാൽ എന്തായാലും വറുത്താണ്. പക്ഷെ മഴ പെയ്തതിന് ശേഷം ഈ ഒരു ടൈം നോക്കി വരണം, ഈ ഒരു കോട കാണണമെങ്കിൽ. മഴക്കാലത്താണ് വരേണ്ടത്, എന്നാലും മഴക്കാലത്തായാലും വരുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം ഇത്തരം പ്രദേശങ്ങള് മഴക്കാലത്ത് വരുമ്പോൾ കുറച്ച് ഡേഞ്ചർ കൂടിയാണ്. കൂടെ നോക്കണം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസ് ഒക്കെ പറഞ്ഞത്, നമ്മള് ഒരു മഴ കുറയാനായിരുന്നു നമ്മൾ കുറച്ചു നേരം കാത്തിരുന്നത്. ഉരുൾപൊട്ടലും കാറ്റ് നല്ല കാറ്റ്, നല്ല കോട അടിച്ചു കയറി വരുന്നത്. ആ വ്യൂ കണ്ടോ? ഇതും കർണാടകയാണ് കേട്ടാ. ബോർഡറാണ്. ഈ ഒരു ഏതോ ഒരു ഭാഗത്ത് കേരള കർണാടക എവിടെയാണെന്ന് നമ്മൾ എങ്ങനെ പറയാനാ? അപ്പുറം അതിർത്തി ആ ഫോറസ്റ്റ് വരുന്ന കർണാടക. ഇനിയിപ്പോ നമ്മുടെ പരിപാടി വേറെ ഒന്നുമില്ല, താഴെ പോവാ, എന്റെ വണ്ടി എടുക്കാൻ ഞാൻ ഇറങ്ങിപ്പോയി അല്ലേ. ഇനി അടുത്ത ദിവസം ഇതേപോലെ ഒരു നല്ലൊരു പ്ലേസ്, ഹിഡൻ പ്ലേസ് കണ്ടെത്തണം. അത് നമ്മുടെ ഷൂട്ട് ചെയ്യണം. ജില്ലയിൽ തന്നെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ട്രെയിൻ യാത്ര ഉണ്ടാവുള്ളൂ കേട്ടോ. കുറച്ച് നാളത്തേക്ക് ട്രെയിൻ യാത്ര കുറച്ച് എന്താ റെസ്റ്റാണല്ലേ ദേവി? ഇതിലേക്ക് പോയി. അതെ, എന്താ പറയുക, ഈ വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ മറ്റു വീഡിയോ കണ്ടുവിടുന്നതായിരിക്കും. ബൈ.